പാൻ ഇന്ത്യയെ തന്നെ ഞെട്ടിക്കാനുള്ള സിനിമകളാണ് തെലുങ്ക് സിനിമകളിൽ നിന്നും പിറന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്ക് സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ വരുന്നതും അത് കൂടുതലും പ്രഭാസിൽ നിന്നാണ് എത്തുന്നത് എന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റ് പല പാൻ ഇന്ത്യൻ ചിത്രങ്ങളും അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് മോഹൻലാൽ നായകനായി എത്തുന്ന ഋഷഭ എന്ന ചിത്രം. ഋഷഭ എന്ന ചിത്രം ഉപേക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിട്ടില്ല. ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് പിന്നീട് വരുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബജറ്റ് വേണ്ടി വരുന്നതിനാലാണ് പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കാരണം എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും ഋഷഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നും പുതിയ വാർത്തകൾ എത്തിയിരിക്കുകയാണ്. എന്നാലും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നൊരു വാസ്തവം അവിടെ കിടപ്പുണ്ട്. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെയും എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഋഷഭ. ചിത്രത്തിലെ തന്റെ ലുക്ക് മോഹൻലാൽ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. യോദ്ധാവിന് സമാനമായി കയ്യിൽ വാളേന്തി നിൽക്കുന്ന മോഹൻലാലായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ഋഷഭ പറയുന്നത്. തെലുങ്ക് നടൻ റോഷൻ മേക്ക, ഷനായ് കപൂർ, സഹറായിസ് ഖാൻ എന്നിവർ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 5 ഭാഷകളായി നിശ്ചയിച്ച ഋഷഭയുടെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ മൈസൂരിൽ വെച്ചായിരുന്നു. രണ്ടാം ഷെഡ്യൂൾ ലണ്ടനിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ലണ്ടൻ ഷെഡ്യൂൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇതിനുശേഷമാണ് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്, ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ബജറ്റുമായി സംബന്ധിച്ച റിപ്പോർട്ടുകളാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബജറ്റ് വേണ്ടിവരുന്നു എന്നതുകൊണ്ടാണ് പ്രോജക്റ്റിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കാൻ മറ്റൊരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ്. പറഞ്ഞു വരുന്നത് കൽക്കി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. കൽക്കി 2898 AD എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകരെ എല്ലാം അതിശയിപ്പിച്ചു. വലിയ രീതിയിലുള്ള പ്രശംസയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്നാൽ മലയാളികൾക്കിടയിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം പ്രഭാസിന്റെ മുൻകാല ചിത്രങ്ങൾ വലിയ രീതിയിൽ വർക്കൗട്ട് ആയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഈ ചിത്രവും ദുരന്തമാകും എന്ന രീതിയിലാണ് അവരുടെ പറച്ചിൽ. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം, ഗംഭീരമായ ഒരു മേക്കിംഗ്, ഒരു സൃഷ്ടി തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സംവിധായകനായ നാഗ് അശ്വിൻ ഈ ചിത്രം ഗംഭീരമായി മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ടച്ച് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിൽ വ്യക്തതയുണ്ട്. കൂടാതെ ഇതിൽ വരുന്ന അമിതാഭ് ബച്ചനും കമൽഹാസനും ഒക്കെ വെറുതെ അങ്ങ് വരില്ലല്ലോ. ഈ ചിത്രത്തിലെ ഹൈലൈറ്റുകൾ അവർ തന്നെയായിരിക്കും. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി 2898 AD. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുകയുണ്ടായി. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് ആണ് ട്രെയിലർ പുറത്തുവിട്ടത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതിഗംഭീര ദൃശ്യവിസ്മയമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന 3 മിനിറ്റോളം നീളമുള്ള ട്രെയിലറാണ് പുറത്തുവിട്ടതും. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക, കമൽഹാസൻ തുടങ്ങിയവർ എല്ലാം ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹോളിവുഡ് സമാനമായ കഥപറച്ചിലാണ് ഈ ചിത്രത്തിലും ഉള്ളത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഇന്ത്യൻ ടച്ചോടുകൂടിയാണ് ഈ ചിത്രം വരുന്നത്. കൽക്കിയും കലിയും ഒക്കെ വരുന്ന ഒരു ഗംഭീര സ്റ്റോറി ടെല്ലിംഗ് അവകാശപ്പെടുന്ന സൈഫൈ സിനിമ എന്നൊക്കെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. നമ്മൾ കൂടുതലായി എത്തിപ്പെടാത്ത മേഖലയാണ് ഈ മേഖല. കലിയും കൽക്കിയും ഒക്കെ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ. കാശിയും അശ്വത്ഥാത്മാവും തുടങ്ങിയ കഥാപാത്രങ്ങളും കൂടാതെ പ്രഭാസ് ആരാണെന്നുള്ളത് ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഒരു അവതാരം ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട കഥ പറച്ചിലാണ് ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു വിസ്മയം തീർക്കാനുള്ള ഒരുക്കത്തിലാണ് നാഗ് അശ്വിനും. പുതിയൊരു യൂണിവേഴ്സ് തന്നെയാണ് സംവിധായകൻ നാഗ് അശ്വിൻ സൃഷ്ടിച്ചിരിക്കുന്നത് അത് എന്ന് വ്യക്തമാണ് ട്രെയിലറിൽ നിന്നും. നേരത്തെ ചിത്രത്തിലെ ബുജി എന്ന വാഹനത്തിന്റെ ലോഞ്ചിങ് പുറത്തുവിട്ടിരുന്നു. അതിനു പിന്നാലെ ഈ ക്യാരക്ടർ ഉൾപ്പെടുന്ന 3 ഭാഗമുള്ള സീരീസും കൽക്കി 2898 AD അണിയറക്കാർ ആമസോൺ പ്രൈം വഴി പുറത്തുവിട്ടിരുന്നു. മഹാനടി എന്ന ചിത്രത്തിലൂടെ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകനാണ് നാഗ് അശ്വിൻ. പ്രഭാസ് നായകനാകുന്നത് ടൈം ട്രാവൽ സിനിമയല്ല എന്ന് സംഭാഷണ രചയിതാവായ സായ് മാധവ് ബുറെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചിത്രം പുരാണവും ഫ്യൂച്ചറും ചേർന്നുള്ള വ്യത്യസ്ത കഥയാണ് പറയുന്നത് എന്നാണ് സംവിധായകൻ പറഞ്ഞത്. അത് വ്യക്തമാക്കുന്ന ട്രെയിലറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ചില സസ്പെൻസുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ ചിത്രത്തിന്റെ VFX ഒരുക്കിയിട്ടുണ്ട് എന്നതും കയ്യടി അർഹിക്കുന്നു. അങ്ങനെ ചില പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ശ്രീ അശ്വിനി ദത്താണ് പ്രഭാസ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ്. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ എപ്പിക് സയൻസ് ഫിക്ഷനായി എത്തുമ്പോൾ നിർമ്മാണം വൈജയന്തി മൂവീസിന്റെ ബാനറിലാണ്. തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് കൽക്കി 2898 AD പാട്ടുകൾ ഒരുക്കുന്നത്. ജൂൺ 27 ചിത്രം റിലീസാകുന്നത്.